അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എന്തൊക്കെ കറികളുണ്ടായിരുന്നെന്ന് നോക്കാം. ചോറിൻ്റെ വെള്ളം തിളച്ച് ഇനി അരി അങ്ങ് കഴുകി അടുപ്പത്തിടാം. 2 ദിവസം മുമ്പ് ഞാൻ കുറേ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്കൊരു സാമ്പാറും ഒരു മെഴുക്ക് പുരട്ടിയും ഒരു വെണ്ടയ്ക്ക ഫ്രൈയും കൂടി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ 2 പപ്പടവും കൂടി ആയാൽ സൂപ്പറായിരിക്കും. അങ്ങനെ പരിപ്പും പച്ചക്കറിയും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും കായവും കറിവേപ്പിലയൊക്കെ ആയിട്ട് കുക്കർ അടച്ച് അതങ്ങ് വേവാൻ വെച്ച്. അപ്പോഴത്തേക്ക് അരി നല്ലതുപോലെ തിളച്ച് ഞാനതങ്ങ് ഇറക്കി തെർമൽ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിറങ്ങിയ അടുപ്പിൽ രാവിലത്തേക്കുള്ള കുറുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സൂചി ഗോതമ്പ് ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചത് രാവിലെ മിക്സിയിലിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുക്കി ഇറക്കാം. പിന്നെ 2 അടുപ്പിലായിട്ട് മെഴുക്ക് പുരട്ടിയും സാമ്പാറും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ചേർത്തൊന്ന് വഴറ്റാം. അതിലോട്ട് സാമ്പാർ പൊടിയും ഉപ്പും പുളിയൊക്കെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കഷ്ണങ്ങളും ചേർത്ത് തിളപ്പിച്ചിറക്കിയാൽ നല്ല അടിപൊളി സാമ്പാറും റെഡിയായി. അതിൻ്റെ കൂടെ മെഴുക്ക് പുരട്ടിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വെണ്ടയ്ക്കയും കൂടി ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണും കഴിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.